മിശിഹായിലെ സ്നേഹം എന്ന് പറഞ്ഞാല് ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെ തിരുവചനം. ഈ തിരുവചനത്തില് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈശോ വീണ്ടും ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചാണ്. അതുപോലെ രണ്ടാമത്തെ വായന എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലൊരു വെളിപ്പെടുത്തലാണ്. എന്താണത്? ഈശോ സാവൂളിന് വെളിപ്പെടുത്തുന്നു. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാവൂളിന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും. ഇന്നത്തെ വായനയിലേക്ക് പ്രത്യേകിച്ച് സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈശോ ഒരു സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ കാഴ്ചവെക്കുന്നു. എങ്ങനെ അത്? ഈശോ പറയുന്നു, അപ്പടുത്ത് ഈശോ അപ്പം ചുടുന്നു, അതിനുശേഷം മീനെ ഗ്രില്ല് ചെയ്ത് വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അഭിസംബന്ധിച്ചതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഒത്തൊരുമിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈശോ അവരെ വിളിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ആരും തന്നെ ചോദിച്ചില്ല അതിൻ്റെ അകത്ത് നീ ആരാണ്. കാരണം അവർ തിരിച്ചറിഞ്ഞിരുന്നു അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ തക്ക വിധത്തിൽ അവരുടെ ഹൃദയങ്ങളെ തുറന്നിരുന്നു എന്നുള്ളത്, അവരുടെ അകക്കണ്ണ് അവർ തുറന്നിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതുപോലെയുള്ള സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പല വ്യക്തികളിലൂടെ ആയിരിക്കാം ഈശോ തന്റെ സ്നേഹത്തിന്റെ ഈ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില ക്രൈസിസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ രോഗങ്ങളിലൂടെ ആയിരിക്കാം. ഇതുപോലെ ഈശോ സ്വയം സ്നേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതെല്ലാം തിരിച്ചറിയാൻ തക്ക വിധത്തിൽ എൻ്റെ അകക്കണ്ണ് തുറക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് ചോദ്യം. അല്ലെങ്കിൽ എൻ്റെ അകക്കണ്ണ് തുറക്കുവാനായിട്ട് സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ തക്ക വിധത്തിൽ എൻ്റെ അകക്കണ്ണ് തുറക്കണമേ എന്ന് ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇന്നത്തെ ഈ വചന വായന നമ്മോട് പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ വചന വായന നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിന്റെ മനോഭാവം സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈശോയുടെ സ്നേഹത്തിന്റെ മനോഭാവം? ഈശോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ട് ഈ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയത് ആർക്ക് വേണ്ടിയാണ്? അത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. ശിഷ്യന്മാരിൽ പ്രധാനമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ശിമോൻ പത്രോസിനെയും തോമാസ് ലീഹയാണ്. ശിമോൻ പത്രോസ് പറഞ്ഞ എന്താണ്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ശരി, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ ശിമോൻ പത്രോസ്. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമാസ് ലീഹ. ബാക്കി ശിഷ്യന്മാരെല്ലാവരും ഇവരെല്ലാവരും ഒരു ഘട്ടത്തിൽ ഈശോ റോമൻ പട്ടാളത്തിന് കയ്യിൽ പെട്ടു എന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഈശോ ഉപേക്ഷിച്ച് പോവുകയുണ്ടായത്. ഈശോ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് അവനോട് കൂടി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് ലീഹ ആ ഭാഗത്തില്ല. ചങ്ക് പോലെ കൂടിണ്ടാവട്ടാ എന്ന് പറഞ്ഞ ശിമോൻ പത്രോസും അവിടെ ഇല്ല. അങ്ങനെ എല്ലാവരും ഈശോ ഉപേക്ഷിച്ചു പോയി. എങ്കിലും കുഴപ്പമില്ല, ഈശോ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, പാപങ്ങളൊക്കെ ക്ഷമിക്കണമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മിഷൻ ഓറിയന്റേഷനൊക്കെ ചെയ്തു. അതിനുശേഷം എന്താണ് ശിമോൻ പത്രോസ് ചെയ്തത്? ശിമോൻ പത്രോസ് വീണ്ടും പഴയ വലയും തേടി ഞാൻ മീൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞ ഒച്ചപ്പാണ്ടാക്കിയപ്പോൾ കുറേ പേര് അദ്ദേഹത്തിന് കൂടെ പോയി. എന്നിട്ട് വലുതും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. ഈശോ പറഞ്ഞു വലതുവശത്ത് വലയിടാൻ പറയുന്നു, ധാരാളം മീൻ കിട്ടുന്നു. ആ കിട്ടിയ മീനിൽ നിന്നും കുറേ മീനെടുത്ത് ഈശോ അവർക്ക് വറുത്ത് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ അപ്പം കൊടുക്കുന്നുണ്ട്. അതാണ് ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത്. അല്ല ചങ്ക് പോലെ കൂടി ഉണ്ടാകുമെന്ന് വിചാരിച്ച വ്യക്തികളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടും അവരെല്ലാവരും ചങ്കോട് ചേർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈശോയുടെ ആ സ്നേഹത്തിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കണം. ഒരു ഘട്ടത്തിൽ നമുക്കിതുപോലെ സംഭവിച്ചെന്ന് വരാം. ഒരുപക്ഷെ ചങ്ക് പോലെ കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞ വ്യക്തികളൊക്കെ നമ്മുടെ ആവശ്യ സമയത്ത് ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നന്ദികേട് കാണിക്കുന്ന വ്യക്തികളുണ്ടാകും. ഈ വ്യക്തികളും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ, അവർക്കും ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഉപേക്ഷിച്ച് പോകാതെ അവരോട് ചേർന്ന് വെക്കുവാനായിട്ട്, അവരെയും സ്നേഹത്തോട് നാം ചേർത്ത് വെക്കുമ്പോൾ ഈശോയുടെ ഇതേ സ്നേഹത്തിന്റെ മനോഭാവമാണ് നാം സ്വീകരിക്കുന്നത്. മറ്റൊരു ക്രിസ്തുവിന്റെ മനോഭാവം സ്വീകരിക്കുക ചെയ്യുന്നത്, മറ്റൊരു ക്രിസ്തുവായിട്ട് നാം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി കൂടിയുള്ളൊരു വിളിയും കൂടി ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. തുടർന്ന് നാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈശോ പറയുകയാണ് നിങ്ങൾ വലതുവശത്തേക്ക് വലയിടുക എന്ന്. ഈശോയുടെ വാക്ക് കേട്ടുകൊണ്ട് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല അത് യേശുവാണെന്ന്. ആ സമയത്ത് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. എപ്പോഴാണ് അവർ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞത്? ഈശോയുടെ വാക്ക് കേട്ടുകൊണ്ട് അവർ വലയിറക്കുകയും ധാരാളം മീൻ ലഭിക്കുകയും ചെയ്തപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ്.
കാരണം ആ ശിഷ്യനറിയാമായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും ഇതുപോലെയുള്ള സമൃദ്ധി തരാൻ കഴിവുള്ള ഏക ഒരു വ്യക്തി അത് കർത്താവ് മാത്രമാണെന്ന് ആ ശിഷ്യന് വിശ്വാസമായിരുന്നു. അവൻ വിശ്വസിച്ചിരുന്നു. അതേ പ്രിയമുള്ളവരെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സമൃദ്ധി തരാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ്, നല്ല തമ്പുരാൻ എനിക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കണം. നമുക്കതുണ്ടാവുകയും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ എല്ലാ സമൃദ്ധിയുടെയും, എൻ്റെ എല്ലാ വിജയത്തിൻ്റെയും, എൻ്റെ എല്ലാ സമ്പത്തിൻ്റെയും, എൻ്റെ എല്ലാ കഴിവുകളുടെയും പിറകിൽ കർത്താവാണെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യന്മാരായിട്ട് മാറുകയുള്ളൂ. അതിനും കൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.